എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ചെറിയൊരു വ്ളോഗാണ്, കുക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ ഇന്നലെ ഡോക്ടറെ കാണാൻ പോയിരുന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് വെയിറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ടൈമൊന്നും അങ്ങനെ കിടക്കാൻ പറഞ്ഞിട്ടില്ല. അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ എഴുന്നേറ്റ് നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തു. പിന്നെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ കുറേ മരുന്നും തന്നിട്ടുണ്ട്. അതൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ട് ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് ഡോക്ടറെ ചെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന വഴി ഇതാ മീനും അമ്മും എല്ലാവരും കൂടി കല്ലപ്പില്ല സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ജാനകിക്ക് ഫുഡ് കൊടുത്തു. അവൾ വന്നിരുന്നാണ് ആദ്യം കഴിച്ചത്. അത് കഴിഞ്ഞ് ഈ സൗണ്ടൊന്നും നമ്മുടെ കാർത്തിനെ ബാധിക്കില്ല കേട്ടോ. ആളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും അവന് ഇഷ്ടപ്പെട്ടുള്ള ഭക്ഷണം. അതും നല്ല ആസ്വദിച്ചിരുന്ന് കഴിക്കും. നമ്മുടെ അമ്മൂനും മീനൂനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മരത്തിൻ്റെ ഒരു കായ. അവർക്ക് മാത്രമല്ല, ഒരുപാട് പക്ഷികൾ വന്നിരിക്കുന്നുണ്ട് പീയടിയായിട്ട് ആ ഒരു കായ കഴിക്കാനായിട്ട്. അത് എന്താ കായ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പുറത്തെ പറമ്പിലാട്ടോ ഈ മരം നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൊമ്പുകളൊക്കെ നമ്മുടെ വീട്ടിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം JCB കൊണ്ടുവന്നിട്ട് അവരുടെ സ്ഥലമൊക്കെ ക്ലീൻ ചെയ്തപ്പം ഈ മരം മാത്രം ഒന്ന് വെട്ടല്ലേ പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു കേട്ടോ, വെട്ടിയില്ല. അത് കണ്ട മീനുമൊക്കെ എപ്പോഴും വന്നിരിക്കും. അതുകൊണ്ടിപ്പം ഇവർക്ക് ഭക്ഷണത്തിന് ഈ പഴമായി. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കായ. ഇത് കണ്ടില്ലേ, ചെറുതായിട്ട് നിറയെ ഉണ്ടാവും. ഇതാർക്കെങ്കിലും ഈ കായ എന്താണെന്ന് അറിയണമെങ്കിൽ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇതെന്താ ഈ പക്ഷികൾക്ക് ഇത്ര ഇഷ്ടം ഈ കായ എന്ന് ഞാൻ കുറച്ച് നാളായി ആലോചിക്കുന്നു. കാരണം ഇത് പഴുത്ത് കഴിയുമ്പോൾ ഒരു കോഫി കളറിലേക്കാണ് ഈ ഒരു കായ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കുണ്ട് ഒരു കോഫി കളർ. പക്ഷേ ഈ ചെറിയ ഗ്രീൻ കളറിലെ ആ കായയും അവർ കഴിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ എപ്പോഴും വന്നിരുന്നത് കഴിക്കലാണ് പക്ഷികളെല്ലാവരും. ഇപ്പം തത്തകൾ വരുന്നുണ്ട് ഇപ്പോൾ കുറച്ചധികം. പക്ഷെ അവരൊന്നും നമ്മളുമായിട്ട് ഒട്ടും എടുത്തിട്ടില്ല കേട്ടോ. അവർ വന്നിരുന്നത് കഴിക്കും, അങ്ങ് പറന്നു പോകും. ഇവരുടെ ഒപ്പമൊന്നും ഞാൻ അവരെ കണ്ടിട്ടില്ല. തത്ത കൂട്ടായിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇവരെയൊക്കെ നോക്കിയെന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല കേട്ടോ. ഇപ്പോൾ ഇതാ ഭക്ഷണത്തിന് മുൻപ് കഴിക്കാനായിട്ട് മരുന്നുണ്ട്. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷവും മരുന്ന് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കറക്റ്റ് ടൈമിൽ കഴിക്കുക. ശരിക്കും പേടിച്ചു പോയി ഹോസ്പിറ്റലിലേക്കുള്ള ആ ഒരു പോവലും. ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ ഒരു പേടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മളോട് ഒരു 2-3 മിനിറ്റ് ഒരു സ്റ്റാച്ചു പറഞ്ഞാൽ പോലും നമുക്ക് ആ പൊസിഷനിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ. ഞാനൊരു 2 മണിക്കൂറോളം ആ ഒരു പൊസിഷനിൽ എനിക്ക് അനങ്ങാൻ പോലും വയ്യാതെ നിൽക്കേണ്ടി വന്നു. കാരണം ഗുളിക കഴിച്ച് പെയിൻ കുറച്ചിട്ട് മാത്രമേ എനിക്കൊന്ന് പയ്യെ നടന്ന് ബെഡിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. പിന്നെ കിടന്നിട്ടാണെങ്കിൽ ആ കിടപ്പ് ഞാനൊരു എന്താ പറയുക, ആംബുലൻസ് വരുന്നത് വരെ ആ കിടപ്പ് അങ്ങനെ തന്നെ കിടക്കേണ്ടി വരികയും ചെയ്തു. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഒരു പേടിയാണ്. പിന്നെ ആംബുലൻസിലൊക്കെ പോകുമ്പം അറിയാലോ, ഈ എറണാകുളം റൂട്ടൊക്കെ നല്ല ട്രാഫിക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ചില സ്ഥലത്ത് വരുമ്പം ആംബുലൻസ് മറ്റേ അവരുടെ സൗണ്ടൊക്കെ ഇട്ടിട്ടാണ് പോയെങ്കിലും ചില സ്ഥലത്തൊന്ന് സ്ലോ ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ തൊട്ടടുത്ത വണ്ടിയിലൊക്കെ ഉള്ളവരിങ്ങനെ ആംബുലൻസിൻ്റെ അകത്തേക്ക് എത്തി നോക്കൂ കേട്ടോ, ഇതിനകത്ത് എന്താണെന്ന് അറിയാനായിട്ട്. അപ്പം അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാനിങ്ങനെ കിടക്കുന്നത്. പെയിൻ ഒരു സ്ഥലത്ത് എങ്ങനെയെങ്കിലും എനിക്ക് ഹോസ്പിറ്റലിൽ എത്തിയാൽ മതി എന്നായിരുന്നു. കാരണം അത്ര പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വേദനയുമായിരുന്നു കേട്ടോ. പിന്നെ വേദനയ്ക്ക് ഇത് ചൂട് വയ്ക്കാനായിട്ട് വാങ്ങിച്ച സാധനമാണ് കേട്ടോ. കൊള്ളാട്ടോ, ഇത് നല്ലതാണ്. നമ്മൾ ആ ഇലക്ട്രിക്കൽ പാഡ് വെച്ചിട്ട് ചൂട് വയ്ക്കുന്നതിനേക്കാളും എനിക്ക് ഇതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും, ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പൊസിഷനിലേക്ക് ചൂട് മാറ്റി നമുക്ക് കൈ കൊണ്ട് കൊടുക്കാൻ ചെയ്യും. കൈയൊന്നും പൊള്ളൊന്നുമില്ല. അതിൻ്റെ ആ ക്യാപ്പിന് നല്ല ഉറപ്പുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ചെറിയ വേദനകൾ, നമുക്കിപ്പോൾ തോൾവേദന, മുട്ടുവേദന അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് വയ്ക്കാൻ പറ്റിയൊരു സംഭവമാണിത്. അപ്പോൾ ഇത് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വാങ്ങിച്ചു കേട്ടോ. നല്ല യൂസ്ഫുള്ളായ സാധനമാണ്. ഒരു 1.5 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം കൊള്ളും ഇതിനകത്ത് ചൂട്. പിന്നെ അതുപോലെ ഒരു 1.5 മണിക്കൂർ കൂടുതൽ ഇതിനകത്ത് ചൂട് നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഭക്ഷണമൊക്കെ കഴിക്കണേക്ക് മുമ്പ് ഞാനൊന്ന് ചൂട് വയ്ക്കും. പിന്നെ ഇതൊരു മസാജിങ് സാധനമാണ്. അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടൊക്കെ കൊടുത്തിട്ട് ഞാനിത് വെച്ചിട്ടൊന്ന് ബാക്കിലൊന്ന് മസാജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല റിലാക്സേഷൻ കിട്ടും നമുക്ക്. മസിലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് പോകുന്നുണ്ട്. ഇതും എനിക്കിഷ്ടമായി കേട്ടോ, ഈ സംഭവം നല്ലതാണിത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ കുഞ്ഞിനെ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. വലുത് കുറേ നാളായിട്ട് എൻ്റെ അടുത്തുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമായിട്ട് വലുതാളുണ്ട്. മിട്ടു എന്നാണ് കേട്ടോ എൻ്റെ പേര്. 2 ആളും കൂടി ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ കാണാൻ. കുറേ നാളായി വിചാരിക്കണു ഇവനൊരു കൂട്ട് വേണമെന്ന്. ഇപ്പം എനിക്ക് ആ സെയിം കളർ തന്നെ കിട്ടുകയും ചെയ്തു കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി അതിനെ. അപ്പം പിങ്ക് കളറും കിട്ടുകയും ചെയ്തു. സാധാരണ അവിടെ ഇതൊരു കളറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ വേറെ വേറെ കളേഴ്സായിരുന്നു. അപ്പം ഞാൻ ഇവന് കൂട്ടായിട്ട്
അവനെ അങ്ങ് വെച്ച് കൊടുത്തു. അമ്മ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അകത്തെ ജോലിയൊക്കെ ഒരുവിധം തീർത്തിട്ട് പുറത്ത് അമ്മയ്ക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞു. കാരണം കുറച്ച് ചവറൊക്കെ അടിച്ച് കത്തിക്കാനൊക്കെ ഉണ്ട്. അപ്പം അമ്മ ഇറങ്ങിയപ്പം ഞാനും അങ്ങ് കൂടെ ഇറങ്ങി. ഇതാ ഒരു വിശേഷമുണ്ട്. ഇത് അമ്മയുടെ പപ്പായ മരമാണ് കേട്ടോ. ഇത് അമ്മ യൂട്യൂബിൽ കണ്ടിട്ട് അതുപോലെ നട്ട് വളർത്തിയതാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൊക്കം വയ്ക്കാതെ അതിനകത്ത് കായ ഉണ്ടാവണം നമ്മൾ കണ്ടിട്ടില്ലേ യൂട്യൂബിനകത്ത്. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ചതാണ്. നമ്മുടെ ഇവിടെയുള്ള പപ്പായ മരമൊക്കെ ഭയങ്കര ഹൈറ്റിലാണ്, നമുക്കത് പറിക്കാൻ കിട്ടേയില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ അത് സക്സസ് ആയി. നിറച്ചും കായ ഉണ്ടായിട്ടുണ്ട്. അപ്പം അമ്മ അതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പപ്പായയുടെ കുരു ഗ്രോ ബാഗിനകത്തിട്ട് മുളപ്പിച്ചിട്ട് അതൊന്ന് പറിച്ചു നട്ടു. എന്നിട്ട് കുമ്മായം ഇട്ട് കൊടുത്തു, നന്നായിട്ട് നനച്ചു കൊടുത്തു. പിന്നെ കുറച്ച് കമ്പോസ്റ്റ് വളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തു. അപ്പുറത്തെ വീട്ടിലെ കോഴിയാണ് കേട്ടോ, അവിടെ നല്ല കരച്ചിൽ. അത് കേട്ട് കഴിഞ്ഞാൽ റോക്കി ഇവിടെ നിന്ന് കുരയ്ക്കാൻ തുടങ്ങും. ഇത് ഇവർ രണ്ടുപേരുടെയും എന്നുള്ള സ്ഥിരം പരിപാടിയാണ്. അതവിടെ കൂവൽ നിർത്തുമ്പോഴാണ് റോക്കി ഇവിടുത്തെ കുര നിർത്തുള്ളൂ. പിന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് ഈ മരത്തിൻ്റെ വേര് കാണത്തക്ക രീതിയിലായിരിക്കണം ഇത് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അതായത് മണ്ണിട്ട് വേരൊന്നും അങ്ങനെ മൂടി കൊടുക്കരുതെന്ന്. അപ്പോൾ എന്തായാലും അതുപോലെയൊക്കെ തന്നെ കണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്തു. നമ്മളല്ല കേട്ടോ, അമ്മയാണ് ചെയ്തത്, ഞാനിതിനകത്തില്ല. പക്ഷെ സംഭവം എന്തായാലും വിജയിച്ചിട്ടുണ്ട്. മറ്റത് എന്ത് പാടായിരുന്നു എന്നറിയോ, നമുക്ക് പപ്പായ പറിക്കാനായിട്ട് തോട്ടിയൊക്കെ ഉപയോഗിക്കണം. ഇപ്പം അങ്ങനെയല്ല കേട്ടോ, ഈസി ആയിട്ട് നമുക്ക് പറിച്ചെടുക്കാം. അങ്ങനെ ഇതാ നോക്കി, ജാനകിയും നമ്മുടെ റോക്കിയും കൂടി നല്ല കളിയാണ്. ഇവർ രണ്ടുപേരുമാണ് കേട്ടോ കൂട്ട്. അമ്മുമായിട്ടൊന്നും അത്ര കൂട്ട് റോക്കിക്കില്ല. പിന്നെ ഇത് കണ്ടോ, കുരുമുളക് വീണ് കിടക്കുന്നത്. അതേ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മരം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മരത്തിലായിരുന്നു കേട്ടോ ഈ കുരുമുളക് മൊത്തം ഇങ്ങനെ പടർന്ന് മുകളിലോട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ മരം നമുക്ക് വെട്ടേണ്ടി വന്നു. അപ്പം ഈ കുരുമുളകും മൊത്തം വീണു. അപ്പോൾ കഴിഞ്ഞ വർഷമൊന്നും നമുക്ക് ഇത്രയും ഉണ്ടായിട്ടില്ല കേട്ടോ. ഈ വർഷം എന്തോ ആ മരം വെട്ടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു, നിറച്ച് കുരുമുളകാണ്. ഒരുപാടുണ്ട് കേട്ടോ. പക്ഷേ ഇനി ഇതിപ്പോൾ പറിക്കാനൊന്നും ആരെയും കിട്ടില്ല എന്ന് തോന്നുന്നു. താഴെ കിടക്കുകയാണ് നിറയെ ഒരു സ്ഥലത്ത്. കാരണം ഇങ്ങനത്തെ ജോലികൾക്കൊന്നും ഇവിടെയൊന്നും ആരെയും കിട്ടില്ല. അപ്പം ഇനിയും അമ്മയ്ക്ക് നല്ല പണിയായിട്ടുണ്ട്. ഒരു 2-3 ദിവസത്തെ ജോലിയുണ്ട് ഇത് മൊത്തം ഇനിയും പറിച്ച് എടുക്കാനായിട്ട്. അതൊരു പണിയായിട്ടിരിക്കുകയാണ്. കാരണം എനിക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ലല്ലോ. പിന്നെ നിറച്ചും ഈ തവണ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ പോണ സമയത്ത് കുഞ്ഞനായിട്ട് കിടന്നതായിരുന്നു ഇതൊക്കെ വലുതായി. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ആൾക്കാർ വരും കേട്ടോ ചക്കയ്ക്ക് വേണ്ടിയിട്ട്. ചക്കയൊക്കെ അവർ വാങ്ങിയിട്ട് പോകും. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മളത് കൊടുക്കാറുണ്ട്. കാരണം ഒരുപാട് ഉണ്ടായി കഴിയുമ്പോൾ അതൊക്കെ വീണ് പോവില്ലേ. ഒത്തിരി പ്ലാവുണ്ട് ഇവിടെ, അതുകൊണ്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ അമ്മ അവിടെ നിന്ന് ചവറ് അടിയോടടിയാണ് കേട്ടോ. നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലാവൊക്കെ ഒത്തിരി ഉണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതിൻ്റെ ഇലകളൊക്കെ വീണ് കഴിഞ്ഞ് കഴിയുമ്പം ഈ കുറച്ച് നാളുള്ളൂ കേട്ടോ ബുദ്ധിമുട്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ ആൾക്കാരെയൊന്നും കിട്ടില്ല. മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചേട്ടന്മാർ വന്ന് ക്ലീൻ ചെയ്തിട്ട് പോവും, ആളെ നിർത്തുന്നല്ലാതെ എപ്പോഴും ഒന്നും ഇവിടെയൊന്നും അങ്ങനെ. പണ്ടൊക്കെ കിട്ടിയിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോഴൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ജോലിക്ക് കിട്ടുന്നല്ലാതെ അങ്ങനെ ഡെയിലി ഒന്നും നമുക്കിവിടെ ആൾക്കാരെയൊന്നും ഇപ്പോൾ കിട്ടണേ ഇല്ല. അപ്പം അമ്മ തന്നെ ചെയ്യും. പിന്നെ അമ്മയ്ക്ക് തന്നെ ചെയ്യണതാണ് കേട്ടോ കുറേയൊക്കെ ഇഷ്ടം. ഈ പണ്ടത്തെ ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു കാര്യമുണ്ട്, എല്ലാം സ്വയം ചെയ്യുമ്പോഴാണ് ഒരു തൃപ്തി വരിക എന്ന്. അതുകൊണ്ട് അമ്മ ഇതൊക്കെ ചെയ്യും. അമ്മയ്ക്ക് വെറുതെ ഇരിക്കണമെന്നും ഇഷ്ടമൊന്നുമല്ല. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതെല്ലാം അടിച്ചു കൂട്ടുകയാണ്. എല്ലാം ഒന്നും ചെയ്യില്ല കേട്ടോ, കുറേശ്ശെ ചെയ്യുള്ളൂ. സാധാരണ വൈകുന്നേരമാണ് അമ്മ ഇറങ്ങാറുള്ളത്. ഇന്നിപ്പം രാവിലെ ഇറങ്ങി. വൈകുന്നേരം അമ്മയ്ക്ക് വേറെ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, അവിടം വരെ ഉണ്ട്. ഇതെല്ലാം ഇനിയും കത്തിക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ചമ്മ അത് കൂട്ടിയിട്ടിട്ട് തീയൊക്കെ ഇട്ടു കേട്ടോ. അതൊക്കെ കത്തിച്ചു കൊടുത്തു. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണല്ലേ, നിറച്ചും ഈ ഇലകൾ വീഴില്ലല്ലേ ഈ മാസങ്ങളിൽ. പിന്നെ അമ്മയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും, പാമ്പ് വരുമെന്ന് പറഞ്ഞിട്ട്. ഈ സമയങ്ങളിലാണ് പാമ്പുകളൊക്കെ ഇറങ്ങുക, ചൂടൊക്കെ വരുന്ന സമയത്തെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങളിത് അതൊക്കെ കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ അങ്ങ് നടന്നു പോകുന്നു. വീട്ടിൽ നിന്ന് ഇച്ചിരി ദൂരം അങ്ങോട്ട് ഉണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ചുറ്റിനുമുള്ള സ്ഥലമല്ല, അത് കുറച്ചങ്ങോട്ട് നടന്നിട്ടാണ്. അപ്പോൾ ഞങ്ങളിതാ തിരിച്ചു പോന്നു. പിന്നെ എനിക്ക് മരുന്ന് കഴിക്കാനുണ്ടല്ലോ, അപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചിട്ട് വേഗം പോന്നു. ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇനി മരുന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ചോറിന് കറി അമ്മ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത്. കറികളൊക്കെ മോര് കറി, പിന്നെ തോരൻ ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ റോസ്റ്റ്, പിന്നെ അച്ചാറ്, പപ്പടം, തൈര്. അത് പിന്നെ സാധാരണ എല്ലാ ദിവസവും ഉണ്ടാവാറുള്ളതാണ്.
അത്രയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ കുക്കിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ കുക്കിംഗ് വീഡിയോസ് ഒന്നും എനിക്കിപ്പോൾ ഇടാൻ പറ്റില്ല. കുറച്ചും കൂടി നാളെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് റെസ്റ്റൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി എക്സസൈസൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത ആഴ്ച മുതൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ, മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.